Hello students, welcome to this channel. ഇന്ന് നമ്മൾ നമ്പർ തിയറിയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡെഫിനിഷനും ഒന്ന് രണ്ട് എക്സാമ്പിൾസും ഇന്ന് നമുക്കിതിൽ നോക്കാം. അപ്പോൾ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്താണ് എന്നുള്ളതിന് നമുക്ക് ആദ്യമായിട്ട് രണ്ട് ഇൻറ്റിജേഴ്സ് എടുക്കാം. എയും ബിയും എന്ന രണ്ട് ഇൻറ്റിജേഴ്സ്, അത് സീറോ അല്ല, നോട്ട് ബോത്ത് സീറോ. അങ്ങനത്തെ രണ്ട് ഇൻറ്റിജേഴ്സ് എടുക്കുമ്പോൾ നമ്മളിപ്പോൾ പറയുന്നു ഒരു നമ്പർ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സപ്പോസ് ഈ ഒരു എക്സാമ്പിൾ തന്നെ നോക്കിക്കോ, 24 ആണ് നമ്മൾ എടുക്കുന്നത്. 24 എന്ന നമ്പർ എടുക്കുമ്പോൾ അതിൻ്റെ ഡിവൈസേഴ്സ്, അതായത് ഈ നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഇൻറ്റിജേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത്. നമ്മൾ ഇവിടെ എടുക്കുന്ന ഇൻറ്റിജേഴ്സ് ഏതൊക്കെ എടുക്കാം? 1, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 4 കൊണ്ട് പറ്റും, 5 കൊണ്ട് 24 ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല, അപ്പോൾ 6 കൊണ്ട് പറ്റും, 8 then 12 പിന്നെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ദീസ് ആർ ദ ഫാക്ടേഴ്സ്. അപ്പോൾ നമ്മൾ പറയുന്നു അങ്ങനെ കുറേ ഇൻറ്റിജേഴ്സ് ഇതിലുണ്ടാവും. അപ്പോൾ ഇനി ഇതിൽ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? അപ്പോൾ എ ആൻഡ് ബി. അപ്പോൾ എ എന്ന് പറയുന്നതിന് ഫോർ എക്സാമ്പിൾ 24 എന്ന് എടുക്കാം. ഇനി ബി എന്നുള്ളതിന് 36 എന്ന് എടുക്കാം. അപ്പോൾ 36ൻ്റെ പോസിബിലിറ്റീസ് അല്ലെങ്കിൽ പോസിറ്റീവ് ഡിവൈസേഴ്സ് ഏതൊക്കെയാണ് എന്ന് നോക്കിയാൽ അതിൽ വരുന്നത് 1, 2, 3, 4, 6, 9, 12 and 36. അപ്പോൾ these are the positive integers or the positive divisors. ഇതിലുള്ള പോസിറ്റീവ് ഡിവൈസേഴ്സ് മാത്രമേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ. സോ ദ പോസിറ്റീവ് ഡിവൈസേഴ്സ് ഓഫ് 24 ആൻഡ് പോസിറ്റീവ് ഡിവൈസേഴ്സ് ഓഫ് 36 വി കാൽക്കുലേറ്റ്. ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പോസിറ്റീവ് കോമൺ ഡിവൈസേഴ്സ് ഏതൊക്കെയാണ്. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ടുള്ള ഡിവൈസേഴ്സ് ഏതൊക്കെയാണ്? 1, 2, 1, 2, 3, 4, 6 വരുന്നുണ്ട്, 8 ഇല്ല, ദെൻ 12 വരുന്നുണ്ട്, 24 ഇല്ല, 36 ഇല്ല. അപ്പോൾ ഇതിലെ രണ്ടിനും കൂടി കോമൺ ആയിട്ട് വരുന്ന ഡിവൈസേഴ്സ്, അതായത് 24 എന്ന ഒരു ഇൻറ്റിജർ തരുമ്പോൾ നമുക്കതിനെ എ എന്ന് എടുക്കാം, എ ഈക്വൽ ടു 24 എന്നും ബി ഈക്വൽ ടു 36 എന്നും നമുക്ക് എടുക്കാം. എന്നിട്ട് നമ്മൾ പറയുന്നു ഇതിൻ്റെ കോമൺ അതായത് പോസിറ്റീവ് ഡിവൈസേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ 24നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിനെ എല്ലാം ആദ്യം ലിസ്റ്റ് ഔട്ട് ചെയ്യുക. എന്നിട്ട് 36നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് എല്ലാത്തിനെയും ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അപ്പോൾ അതിൽ നിന്ന് രണ്ടിനും കോമൺ ആയിട്ട് ചില നമ്പേഴ്സ് കാണും. ആ സെലക്റ്റീവായിട്ടുള്ള നമ്പേഴ്സിനെ മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് എടുക്കുക. അന്നേരം നമുക്ക് വരുന്ന ആൻസേഴ്സ് ഏതൊക്കെയാണ്? 1, 2, 3, 4, 6 and 12. അപ്പോൾ ഇതിൽ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ട് വരുന്ന ആൻസർ, സ്മോളസ്റ്റ് എന്ന് പറയുമ്പോൾ 1ഉം ലാർജസ്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ 12ഉം ആയിരിക്കും വരുന്നത്. ദാറ്റ് 12 is called the greatest common divisor. സോ ഇപ്പോൾ നമുക്ക് ഡെഫിനിഷൻ നോക്കാം. രണ്ട് ഇൻറ്റിജേഴ്സ് നമ്മൾ എടുക്കുമ്പോൾ അത് രണ്ടും നോട്ട് ഈക്വൽ ടു 0, നോട്ട് ബോത്ത് 0 എന്ന് പറഞ്ഞാൽ എ ഈസ് നോട്ട് ഈക്വൽ ടു 0 ആൻഡ് ബി ഈസ് നോട്ട് ഈക്വൽ ടു 0. ഈ രണ്ട് ഇൻറ്റിജേഴ്സിൻ്റെ കോമൺ ഡിവൈസേഴ്സ് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം അപ്പോൾ അതാണ് പറയുന്നത് ഡി ഡിവൈഡ്സ് എ ആൻഡ് ഡി ഡിവൈഡ്സ് ബി ആയിരിക്കണം. അതിൽ ലാർജസ്റ്റ് ഏതാണോ അങ്ങനെ ഡിവൈഡ് ചെയ്ത് എടുക്കുന്ന നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ സി ഹിയർ 1 കൊണ്ട് 24 നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 2 കൊണ്ട് 24 ഡിവൈഡ് ചെയ്യാൻ പറ്റും, 3 കൊണ്ട് 24 നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് 24 കൊണ്ട് 24നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുവരെ നമ്മൾ എഴുതുന്നു. അപ്പോൾ നമ്മൾ എടുക്കുന്നതിൽ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ട് വരുന്ന, അതായത് 12 ഡിവൈഡ്സ് 24 ഓൾസോ, ദിസ് ഈസ് ആൻ ഇൻറ്റിജർ. 12 ഡിവൈഡ്സ് 36 ഓൾസോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദിസ് ഇസ് ദ ലാർജസ്റ്റ് ഇൻറ്റിജർ. ദാറ്റ് ഈസ് കോൾഡ് as the greatest common divisor of these two integers a and b. It is denoted as GCD of a, b. ഇപ്പോൾ നിങ്ങൾക്ക് എക്സാമ്പിൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് കോമൺ divisor of 17 and 22. Let us take first, let a equal to 17 and b is equal to 22 എന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് ഡിവൈസേഴ്സ് എന്ന് പറയുന്നത് 17 എന്ന് പറയുന്നത് 17 കൊണ്ട് മാത്രമേ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റൂ, പിന്നെ 1. സോ പോസിറ്റീവ് ഡിവൈസേഴ്സ് ഓഫ് 17 എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? 17ന് വേറെ മൾട്ടിപ്പിൾസ് ഇല്ല, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് ഇറ്റ് ഇസ് എ പ്രൈം നമ്പർ. ഇനി ബി എന്ന് പറയുന്നത് 22 ആണ്. 22 എന്ന നമ്പറിനെ
ഏതൊക്കെയായിരിക്കും പോസിബിലിറ്റീസ്? 22 ഒരു ഡിവൈസറാണ്, 1 ഒരു ഡിവൈസറാണ്, പിന്നെ 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും, പിന്നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ ഇത് രണ്ടിൻ്റെ ഡിവൈസേഴ്സും ഡിഫറെൻറ്റ് ആൻസേഴ്സ് വരുന്നുണ്ട്. ഇനി ഇതിൽ 1ഉം 17ഉം വരുന്നുണ്ട്, 1, 2, 11, 22 വരുന്നുണ്ട്. ഇത് രണ്ടിലും കോമൺ ആയിട്ടുള്ള ഡിവൈസർ എന്ന് പറയുന്നത് 1 ആണ്. സോ ദ പോസിറ്റീവ് കോമൺ ഡിവൈസർ ഈസ് 1. സോ ഇവിടെ GCD എന്ന് പറയുന്നത് എന്താണ്? ദ GCD ഓഫ് ദീസ് ടു നമ്പേഴ്സ് 17 ആൻഡ് 22 ഈസ് 1. അതായിരിക്കും ഇതിൻ്റെ ആൻസർ. ഫോർ എക്സാമ്പിൾ GCD ഓഫ് ഇനിയൊരു ക്വസ്റ്റ്യൻ -12,30. അപ്പോൾ -12 എടുക്കുമ്പോൾ -12ന് നമ്മൾ പോസിറ്റീവ് ഡിവൈസസ് മാത്രമേ എടുക്കുന്നുള്ളൂ. കാരണം അതായത് -12 എന്ന നമ്പർ നമ്മൾ എടുത്താൽ അതേ നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? -2, അതായത് -2 കൊണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും, -12നെ +2 കൊണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പോസിറ്റീവ് മാത്രം നമ്മൾ നോക്കിയാൽ മതി, നെഗറ്റീവ് വേണ്ട. കാരണം നെഗറ്റീവ് വന്നാൽ അതും ഡിവൈഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമ്മൾ നെഗറ്റീവിലോട്ട് പോകുന്നില്ല, ജസ്റ്റ് ഓൺലി ദ പോസിറ്റീവ് മാത്രമേ നമ്മളിവിടെ എടുക്കുന്നുള്ളൂ. അപ്പോൾ പോസിറ്റീവ് ഡിവൈസേഴ്സ് ഓഫ് -12 എടുക്കുമ്പോൾ ഇതിൻ്റെ -12 എന്ന് പറയുമ്പോൾ -12നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1, 2, 3, 4, 6, 12. Then the positive divisors of 30 എന്നൊക്കെയുള്ള പോസിറ്റീവ് ഡിവൈസേഴ്സ് ഏതൊക്കെയാണ്? 1, 2, 3, 5, 6, 10, 15, 30 അല്ലേ? അപ്പോൾ 30യെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 5 കൊണ്ട് പറ്റും, 6 കൊണ്ട് പറ്റും, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, പിന്നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 30 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൽ കോമൺ ആയിട്ടുള്ള ഇൻഡിജേഴ്സ് നോക്കിക്കേ. 1, 2, 3 ഇവിടെയും കോമൺ, ഇവിടെയും 1, 2, 3 കോമൺ, പിന്നെ ഇവിടെ ഒരു 6 കോമൺ, ഇവിടെയും 6 കോമൺ. അപ്പോൾ കോമൺ ഡിവൈസേഴ്സ് എന്ന് പറയുന്നത് 1, 2, 3, 6. GCD എന്ന് പറഞ്ഞാൽ എന്താ? ഈ 4 ആൻസേഴ്സ് ഇവയിൽ ലാർജസ്റ്റ് ആൻസർ ഏതാണോ അതായിരിക്കും ദ GCD ഓർ ദ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ. അപ്പോൾ ഇവിടുത്തെ ലാർജസ്റ്റ് ഇൻഡിജർ എന്ന് പറയുന്നത് 6 ആണ്. Therefore GCD of -12,30 is equal to 6 will be the answer. ഇനി നമുക്ക് അടുത്തൊരു ഡെഫിനിഷൻ നോക്കാം. ദ ഇൻഡിജേഴ്സ് A ആൻഡ് B ആർ റിലേറ്റീവ്ലി പ്രൈം. രണ്ട് ഇൻഡിജേഴ്സ് എപ്പോഴായിരിക്കും റിലേറ്റീവ്ലി പ്രൈം എന്ന് പറയുന്നത്? അതായത് നമ്മൾ ഇപ്പോൾ രണ്ട് ഇൻഡിജേഴ്സ് റിലേറ്റീവ്ലി പ്രൈം എന്ന് പറയണമെങ്കിൽ അതിൻ്റെ GCD വാല്യൂ GCD ഓഫ് A, B ഇസ് ഈക്വൽ ടു 1 ആണെങ്കിൽ നമുക്ക് പറയാം എയും ബിയും റിലേറ്റീവ്ലി പ്രൈം ആണ്. അപ്പോൾ ഇത് ഇപ്പോൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരണം. ഇപ്പോൾ ജസ്റ്റ് നൗ ഞാനിപ്പോൾ പറഞ്ഞ ഒരു എക്സാമ്പിൾ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ആ എക്സാമ്പിൾ ഇതാ ഇങ്ങോട്ട് നോക്കിക്കേ. ഫൈൻഡ് ദ GCD ഓഫ് 17 ആൻഡ് 22. 17ൻ്റെ GCD അതായത് പോസിറ്റീവ് ഡിവൈസസ് 1ഉം 17ഉം, 22ന് 1, 2, 11, 22. ബട്ട് കോമൺ ഡിവൈസർ എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെയാണെങ്കിൽ GCD ഓഫ് 17, 22 എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ നമുക്കിവിടെ എന്ത് പറയാം? നമുക്കിവിടെ ഒരു കണ്ടീഷൻ കൂടി പറയാം. Therefore 17 and 22 are relatively prime. അപ്പോൾ ഇവർ റിലേറ്റീവ്ലി പ്രൈം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കണ്ടീഷൻ എന്താണ്? അതിൻ്റെ GCD വാല്യൂ എടുക്കുമ്പോൾ അതിൻ്റെ വാല്യൂ ഈക്വൽ ടു 1 ആണെങ്കിൽ ആ രണ്ട് നമ്പേഴ്സിനെയും നമ്മൾ പറയുന്നത് റിലേറ്റീവ്ലി പ്രൈം എന്നാണ്. അപ്പോൾ GCD എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ ദ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ എന്താണ്? നമ്മൾ രണ്ട് ഇൻഡിജേഴ്സ് എടുക്കുന്നു, അതിൽ നോട്ട് ഈക്വൽ ടു 0, ആ ഇൻഡിജേഴ്സ് നോട്ട് ഈക്വൽ ടു 0 ആണ്. എന്നിട്ട് ദ ലാർജസ്റ്റ് ഇൻഡിജർ D such that D divides A and D divides B is called the greatest common divisor of A and B. This is the definition. അപ്പോൾ നമ്മൾ രണ്ട് ഡെഫിനിഷൻ നോക്കി, GCD, മറ്റൊന്ന് റിലേറ്റീവ്ലി പ്രൈം എന്ന ഇനിയൊരു ഡെഫിനിഷൻ. സി ഹിയർ. അല്ലെങ്കിൽ ഈ ഡെഫിനിഷൻ വേറൊരു രീതിയിൽ പറയാം. ഓർ ടു ഇൻഡിജേഴ്സ് A ആൻഡ് B നോട്ട് ബോത്ത് വിച്ച് ആർ 0. അതായത് ഇൻഡിജേഴ്സ് സച്ച് ദാറ്റ് A ഈസ് നോട്ട് ഈക്വൽ ടു 0 ആൻഡ് B ഈസ് നോട്ട് ഈക്വൽ ടു 0 is said to be relatively prime whenever GCD of A, B is equal to 1. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് പറയാം ഇത് A and B are relatively prime. See, from the above example, GCD of 17 and 22 is 1. That means the integers 17 and 22 are relatively prime.
ഇനി നമുക്ക് അതിനെ ജനറലൈസ് ചെയ്താൽ, ഈ ഡെഫിനേഷനെ നമ്മൾ കുറച്ചുകൂടെ ജനറലൈസ് ചെയ്താൽ നമ്മൾ എന്താ പറയുക, ദ ഇൻറ്റിജേഴ്സ്. അപ്പോൾ നമുക്കിപ്പോൾ ഇപ്പം നമ്മൾ 2 ഇൻറ്റിജറാണ് നോക്കിയത്. എ ബി എന്ന 2 ഇൻറ്റിജർ എടുത്തിട്ട് ആ 2 ഇൻറ്റിജറിൻ്റെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ 1 ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ആ 2 ഇൻറ്റിജേഴ്സും റിലേറ്റീവ്ലി പ്രൈം ആണ്. ഇനി 2ൽ കൂടുതൽ ഇൻറ്റിജേഴ്സ് ഉണ്ട് എന്ന് വെച്ചോ, അതായത് സപ്പോസ് ഇൻറ്റിജേഴ്സ് A1 A2 എക്സെട്ര AN എന്നാണ് തരുന്നതെങ്കിൽ ഇതിനെ നമ്മൾ പറയുന്ന പേര് പെയർ വൈസ് റിലേറ്റീവ്ലി പ്രൈം. എപ്പോഴാണ് നമ്മളിതിനെ പെയർ വൈസ് റിലേറ്റീവ്ലി പ്രൈം എന്ന് പറയുക? അതായത് ഇതിൻ്റെ GCD വാല്യൂ പെയർ വൈസ് എന്ന് പറയുമ്പോൾ തന്നെ പെയർ എന്ന വേർഡിൽ തന്നെയുണ്ട് 2 ആയിട്ട് നമ്മളിതിനെ കാൽക്കുലേറ്റ് ചെയ്യണം. സപ്പോസ് A1 A2 A3 എന്ന് ഞാൻ 3 എക്സാമ്പിൾ തരുവാണ്. നേരത്തെ നമ്മൾ 2 നോക്കിയല്ലോ. ഇനി ഞാൻ പറയുന്നു ഈ 3 വാല്യൂസും പെയർ വൈസ് റിലേറ്റീവ്ലി പ്രൈം ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യും എന്ന് ചോദിക്കുന്നുണ്ട്. ഹൗ വിൽ യു ചെക്ക് ദാറ്റ് ദീസ് 3 numbers are pairwise relatively prime? That means we have to verify one more condition such that the GCD of, നമ്മൾ ഒരു കണ്ടീഷൻ കൂടി വെരിഫൈ ചെയ്യണം, അതായത് പെയർ വൈസ്. അപ്പോൾ പെയർ വൈസ് എന്ന് പറയുമ്പോൾ GCD ഓഫ് A1 A2 ഈക്വൽ ടു 1 ആയിരിക്കണം. പിന്നെ GCD ഓഫ് A2 A3 ഈക്വൽ ടു 1 ആയിരിക്കണം. പിന്നെ GCD ഓഫ് A1 A3 ഈക്വൽ ടു 1 ആയിരിക്കണം. ഇങ്ങനെ നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് പറയാം A1 A2 A3 ഓർ പെയർ വൈസ് റിലേറ്റീവ്ലി പ്രൈം. അപ്പോൾ കണ്ടീഷൻ എന്താണ്? Integers or pairwise relatively prime if GCD of AI, AJ is equal to 1 whenever I എന്ന് പറയുന്നതും J എന്ന് പറയുന്നത് lies between 1 and n. ഇനി ഇതിനെ ബേസ് ചെയ്ത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. Determine whether the integers 10, 17 and 21 or pairwise relatively prime. ഇത് 3 വാല്യൂസും റിലേറ്റീവ്ലി പ്രൈം ആണോ എന്ന് വെരിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. Whether the integers 10, 19, 24 or pairwise relatively prime. അപ്പോൾ നമുക്കിത് ചെക്ക് ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് അതായത് ആദ്യത്തെ പെയർ എന്ന് പറയുന്നത് 10, 17, 21, അടുത്ത പെയർ എന്ന് പറയുന്നത് 10, 19, 24. ഇത് 2 സെറ്റ് തന്നിട്ട് അപ്പോൾ നമ്മൾ എത്ര എണ്ണം വെരിഫൈ ചെയ്യണം? 6 കാൽക്കുലേഷൻ വെരിഫൈ ചെയ്യണം. ആദ്യം ഇത് 3 പെയർ വൈസ് റിലേറ്റീവ്ലി പ്രൈം ആണോ എന്ന് നോക്കണം. അത് കഴിഞ്ഞിട്ട് ഇത് 3 പെയർ വൈസ് റിലേറ്റീവ്ലി പ്രൈം ആണോ എന്നും കൂടി നോക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഏത് നമ്പർ എടുക്കാം? ഫസ്റ്റ് നമുക്ക് നമ്മൾ എടുക്കുന്ന നമ്പർ പെയർ എന്ന് പറയുന്നത് 10, 17 and 21 എന്നെടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് 10ൻ്റെ പോസിറ്റീവ് ഡിവൈസേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. 10ൻ്റെ പോസിറ്റീവ് ഡിവൈസേഴ്സ് ഏതൊക്കെയാണ്? 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ ദ പോസിറ്റീവ് ഡിവൈസേഴ്സ് ഓഫ് 21 എന്താണ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 17 താഴെ എഴുതിയിരിക്കുക. 21 ആകുമ്പോൾ ആൻസർ ഏതൊക്കെയാണ്? 1 കൊണ്ട് 21 ഡിവൈഡ് ചെയ്യാം, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 21 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ 17നെ ഏതൊക്കെ നമ്പേഴ്സ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുക? 1ഉം 17ഉം. അപ്പോൾ ഇത് 3ൽ ഇപ്പം നമുക്ക് ആദ്യം പെയർ വൈസ് നോക്കാം. 10ഉം 21ഉം എടുക്കുമ്പോൾ ഇതിൻ്റെ പെയർ വൈസ് കോമൺ ഡിവൈസർ ഏതാണ്? 1 തന്നെയാണ് അല്ലേ? ഇനി 21ഉം 17ഉം എടുക്കുമ്പോൾ അതിൻ്റെ കോമൺ ഡിവൈസർ എന്ന് പറയുന്നത് ഏതാണ്? 1. എഗെയിൻ 10ഉം 17ഉം എടുക്കുമ്പോൾ കോമൺ ഡിവൈസർ ഏതാണ്? 1. കാരണം ഇത് 3ലും കോമൺ ആയിട്ട് 1 മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നും കോമൺ അല്ല. അപ്പോൾ ദ പോസിറ്റീവ് കോമൺ ഡിവൈസേഴ്സ് ഓഫ് 10 and 21 is 1. ദ പോസിറ്റീവ് കോമൺ ഡിവൈസർ ഓഫ് 21 and 17 is 1. ദ പോസിറ്റീവ് കോമൺ ഡിവൈസർ ഓഫ് 10 and 17 is 1. അങ്ങനെയാണെങ്കിൽ അതായത് നമുക്ക് എങ്ങനെ എഴുതാം? GCD ഓഫ് 10, 21 is 1, GCD ഓഫ് 21, 17 is 1 and GCD ഓഫ് ദാറ്റ് മീൻസ് ദ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഓഫ് 10 and 17 is 1. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടുന്ന് 10, 17, 21 ഇത് 3ഉം they are pairwise relatively prime. Sorry, ഞാനിവിടെ എഴുതിയിട്ടില്ല. It is pairwise relatively prime because the GCD of the 3 numbers pairwise it is equal to 1.
ഇനി നമുക്ക് അടുത്ത സെറ്റ് എടുക്കാം. അടുത്ത സെറ്റ് ഏതാണ്? ആദ്യം നമ്മൾ എടുത്ത സെറ്റ് എന്ന് പറയുന്നത് 10, 17, 21. ഇനി നമ്മൾ സെക്കൻഡ് സെറ്റ് എടുക്കാൻ പോകുന്നത്, അതായത് ഇതോടുകൂടി ഈ കാൽക്കുലേഷൻ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് അടുത്ത കാൽക്കുലേഷൻ എടുക്കാം. 10, 19, 24 എടുക്കാം. ദ പോസിറ്റീവ് ഡിവൈസേഴ്സ് ഓഫ് 10, 19 ആൻഡ് 24. അപ്പോൾ 10ൻ്റെ ഡിവൈസേഴ്സ് നമ്മൾ നേരത്തെ എഴുതി 1, 2, 5, 10. അപ്പോൾ 19നോ 1ഉം 19ഉം. അങ്ങനെ പോസിറ്റീവ് ഡിവൈസേഴ്സ് ഓഫ് 24 എന്ന് പറയുന്നതോ 1, 2, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 24 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ദ പോസിറ്റീവ് കോമൺ ഡിവൈസേഴ്സ് ഓഫ് 10 ആൻഡ് 19. ഇനി നമുക്ക് പെയർ വൈസ് എടുക്കാം. ആദ്യം നമ്മൾ പോസിറ്റീവ് സെപ്പറേറ്റ് ആയിട്ട് 10ൻ്റെ വാല്യൂസ്, 9ൻ്റെ ഡിവൈസസ്, 24ൻ്റെ ഡിവൈസസ്, ഇത് മൂന്നും സെപ്പറേറ്റ് ആയിട്ട് എഴുതുക. ഇനി നമുക്ക് പെയർ വൈസ് എടുക്കുമ്പോൾ 10ൻ്റെ 19ഉം എടുക്കാം. 10 ആൻഡ് 19. അപ്പോൾ കോമൺ ആയിട്ട് വരുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 1. ഇനി 19ഉം 24ഉം എടുക്കുമ്പോൾ ഏതൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്നത്? 1 വരുന്നുണ്ട്. ഇനി 19ഉം 24 എടുക്കുമ്പോൾ 1 വരുന്നുണ്ട്. ഇനി 10ഉം 24ഉം എടുക്കുമ്പോൾ ഏതൊക്കെ ആയിരിക്കും വരും? 10ൽ കോമൺ ആയിട്ടുള്ളത് 1, 2, 5, 10 ആണ്. 24ൻ്റെതോ 1, 2, 3, 4, 6, 8, 12, 24. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? ഇതിൽ 1ഉം 2ഉം കോമൺ, ഇവിടെ 1ഉം 2ഉം കോമൺ. അപ്പോൾ കോമൺ ഡിവൈസർ ഓഫ് എഴുതി. ഇനി ഇതിൽ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഏതാണ്? ഇത് രണ്ടിൻ്റെ കോമൺ ഡിവൈസർ എന്ന് പറയുന്നത് 1ഉം 2ഉം. അപ്പോൾ GCD ഓഫ് 10, 24 എന്ന് പറയുന്നത് ഏതാണ്? 2 ഇസ് ദ ലാർജസ്റ്റ് ഓഫ് ദീസ് ഇൻഡിജേഴ്സ്. അപ്പോൾ GCD ഓഫ് 10, 24 ഇസ് ഈക്വൽ ടു ആൻസർ ഇസ് 2 ആണ്. കാരണം ദ ഗ്രേറ്റസ്റ്റ് ഏതാണ്? ലാർജസ്റ്റ് ഓഫ് ദ പോസിറ്റീവ് ഇൻഡിജർ ഇസ് 2. അപ്പോൾ GCD 1 അല്ല 2 ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ GCD ഓഫ് 10, 19 എന്താണ്? 1 ആണ്. ഇവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് GCD ഓഫ് 10, 19 ഈക്വൽ ടു 1. ഇവിടെ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? GCD ഓഫ് 19, 24 ഇസ് ഈക്വൽ ടു 1. ഇതും നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട്. ബട്ട് വെൻ യു കം ഹിയർ ദ കാൽക്കുലേഷൻ ഇസ് ഡിഫറെൻറ്റ്. That means the GCD of 10, 24 is equal to 2 വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഡൗട്ട് വരുന്നുണ്ട്. എന്നാൽ കാരണം പെയർ വൈസ് റിലേറ്റീവ്ലി പ്രൈം എന്ന വാക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല, അത് പറ്റത്തില്ല. അപ്പോൾ അന്നേരം നമുക്ക് എങ്ങനെയാണ് എഴുതേണ്ടത്? We conclude that 10, 19 and 24 are not pairwise relatively prime. Because the reason, what is the reason? Because ഇവിടെ ഒരു ആൻസർ GCD 1 വരുന്നില്ല, രണ്ട് ആൻസർ GCD 1 വരുന്നുണ്ട്, ഒരെണ്ണത്തിൻ്റെ GCD 2 ആണ് വരുന്നത്. സോ വി കൺക്ലൂഡ് ദാറ്റ് ദ പെയർ ഇസ് ദിസ് നമ്പേഴ്സ് 10, 19 and 24 or not pairwise relatively prime. ബട്ട് ഇവിടെ നമ്മൾ എടുത്തപ്പോൾ എന്തായിരുന്നു? നേരത്തെയുള്ള പ്രോബ്ലത്തിൽ എല്ലാ GCD ആൻസേഴ്സും 1 ആയിരുന്നു. സോ വി കൺക്ലൂഡ് ദാറ്റ് 10, 17 and 24 or pairwise relatively prime എന്ന് നമ്മൾ എഴുതി. സോ അപ്പോൾ നമ്മൾ നോക്കിയ ഡെഫിനിഷൻ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്താണെന്ന് നമ്മൾ നോക്കി, പിന്നെ നമ്മൾ റിലേറ്റീവ്ലി പ്രൈം എന്താണെന്ന് നോക്കി, ദെൻ പെയർവൈസ് റിലേറ്റീവ്ലി പ്രൈം എന്താണെന്ന് നോക്കി. ഓക്കെ, so hope you could have understood this video. If you have any doubts, please comment in the comment section. Thank you.